BJP വക്താവ് സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനിലുണ്ട്. സന്ദീപ്, ഈ രണ്ടാം ഘട്ട അന്വേഷണം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇഡിയുടെ പുതിയ നീക്കങ്ങളെ. അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരം അറിയിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. റിസർവ് ബാങ്കിനോട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു, വിശദീകരണം തേടണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടി ഗൗരവമേറിയ ഒരു അന്വേഷണമായി മാറുന്നുണ്ടോ കേവലം ചോദ്യം ചെയ്യലുകൾക്കപ്പുറം? നമുക്ക് കരുവന്നൂരിലെ കള്ളപ്പണ ഇടപാട് ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം സംബന്ധിച്ച് സുപ്രധാനമായിട്ടൊരു കേസാണ്. നിരവധി മനുഷ്യർ അവരുടെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ തങ്ങളുടെ പെൺമക്കളെ കെട്ടിക്കാനുള്ള പണം, തങ്ങൾക്ക് വീടുണ്ടാക്കാനുള്ള പണം, ഇതെല്ലാം അധ്വാനിച്ച പണം മുഴുവൻ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്നൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. ആ പണം എടുത്തുകൊണ്ടാണ് തൃശൂർ ജില്ലയിലെ സംസ്ഥാനത്ത് CPM നേതാക്കന്മാർ മൂന്നാറിൽ റിസോർട്ട് കെട്ടാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിച്ചത്. അങ്ങനെ ആ ബാങ്ക് നഷ്ടത്തിലേക്ക് പോയി, ബാങ്ക് തകർച്ചയിലേക്ക് പോയി. കോടിക്കണക്കിന് രൂപ CPM പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി തിരിമറി ചെയ്തു. ഇതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. CPM-ന്റെ സമുന്നതരായ നേതാക്കൾ കോടിക്കണക്കിന് രൂപ ഇതുമായി ബന്ധപ്പെട്ട് അനധികൃതമായി സ്വരുക്കൂട്ടി അവരുടെ അഴിമതികൾ മറച്ചുവെക്കാൻ, അവരുടെ കള്ളപ്പണ ഇടപാട് നടത്താനുള്ള ഒരു സോഴ്സായ സംവിധാനമായി അവർ കരുവന്നൂർ സഹകരണ ബാങ്കിനെ ഉപയോഗിച്ചു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കരുവന്നൂരിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നു എന്നുള്ള വിവരം പുറത്തു വന്നത് അതേ ഭരണസമിതിയുടെ ഭാഗമായിട്ടുള്ള CPM-ന്റെ നേതാക്കൾ തന്നെ പുറത്തു വന്ന് പറഞ്ഞതോടുകൂടിയാണ് ഇതെല്ലാം പുറത്തേക്ക് വന്നിട്ടുള്ളത്. അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് CPM ചെയ്തത്. മറുവശത്ത് CPM-ന് ഒടുക്കം ഗത്യന്തരമില്ലാതെ കരുവന്നൂരിൽ ക്രമക്കേടുകൾ നടന്നു എന്ന് പൊതുസമൂഹത്തോട് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിക്കാൻ അവർക്ക് സാധിക്കില്ല. അന്വേഷണം എന്നുള്ളത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ED വളരെ കാലമായി ഇത് അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകിച്ച് വളരെ ഗോപ്യമായി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇതിലുള്ളതിനാൽ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമേറിയിട്ടുള്ള സംഗതിയായിരുന്നു. ഡിജിറ്റൽ എവിഡൻസുകൾ അടക്കം പരിശോധിച്ച് വളരെ ആഴത്തിലുള്ള ഒരു പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിനെ തുടർന്നിട്ടാണ് CPM-ന്റെ ജില്ലാ നേതൃത്വത്തിന് കരുവന്നൂർ ബാങ്കിൽ 5ഓളം രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടത്. ആ 5ഓളം രഹസ്യ അക്കൗണ്ടുകൾ നിയമവിരുദ്ധമായി എടുത്തിട്ടുള്ളതാണ്. സഹകരണ നിയമപ്രകാരം ഈ അക്കൗണ്ടുകൾ എടുക്കണമെങ്കിൽ ആ ബാങ്കിൽ മെമ്പർഷിപ്പ് ഉണ്ടാകണം. CPM-ന്റെ ജില്ലാ നേതൃത്വത്തിന് ആ ബാങ്കിൽ മെമ്പർഷിപ്പ് ഇല്ല. അത് മാത്രമല്ല KYC പാലിക്കണം. KYC ചട്ടം പാലിക്കപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ അക്കൗണ്ടുകൾ CPM ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും കൊടുത്ത അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് റിഫ്ലക്ട് ചെയ്യണം. അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം ED ഈ എല്ലാ വിവരങ്ങളും ഇലക്ഷൻ കമ്മീഷനും അതുപോലെ ഈ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ സന്ദീപ് കാര്യക്ഷമ അന്വേഷണം ഉണ്ടായിരുന്നു. MM വർഗീസ് അടക്കമുള്ള MK കണ്ണൻ അടക്കമുള്ള നിരവധി നേതാക്കളെ ചോദ്യം ചെയ്ത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനുശേഷം ഇടയ്ക്ക് അതൊന്ന് മന്ദീഭവിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോഴുള്ള ആരോപണം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ED ഇടപെടുന്നു എന്നുള്ള തരത്തിലാണ്. ഇതിനിടയിൽ യാതൊരു ഇടപെടലും ഉണ്ടാകാതെ തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോഴേക്കുള്ള ഇടപെടൽ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നത് സ്വാഭാവികമായും CPM-ന്റെ വിമർശനമാണ്. അങ്ങനെയല്ല. ഈ CPM-ന്റെ ജില്ലാ നേതൃത്വത്തിലുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതൊരു മാധ്യമ വാർത്തയ്ക്കുള്ള സ്കോപ്പുള്ള സംഗതിയാണ്. ED-യുടെ അന്വേഷണം അല്ലാത്ത ദിവസങ്ങൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഡിജിറ്റൽ എവിഡൻസുകൾ സംബന്ധിച്ചിട്ടുള്ള അതിലെ വിവരങ്ങൾ റിട്രീവ് ചെയ്യാനുള്ള പരിശോധന നടക്കുന്നത് നിങ്ങൾ ആരും വാർത്തയാക്കുന്നില്ലല്ലോ. സ്വാഭാവികമായിട്ടും അത് അതിന്റെ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അത് അവിടുത്തെ അക്കൗണ്ടുകൾ പരിശോധിക്കുന്ന കാര്യം, ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കുന്ന കാര്യം, നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കും. ഇതെല്ലാം ഓരോ ദിവസം നടക്കുന്ന ഓൺഗോയിങ് പ്രോസസ്സാണ് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വാർത്താമൂല്യമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ CPM-ന്റെ പ്രവർത്തകർ അവരെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ വാർത്ത വരുന്നില്ല എന്ന് കരുതി ED-യുടെ അന്വേഷണം നടക്കുന്നില്ല എന്ന് അർത്ഥമാക്കണ്ട. ED-യുടെ അന്വേഷണം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് ED പോയിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ പ്രൊഗേറ്റീവ് ആണ്. അദ്ദേഹം അത്തരം കാര്യങ്ങൾ ചെയ്യണം. അത് അവരാണ് ചെയ്യേണ്ടത്. ഒരിക്കലും BJP-യോ കേന്ദ്ര സർക്കാരോ ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഏത് സമയത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല, ക്രമക്കേട് നടന്നു എന്നുള്ളത് സുവ്യക്തമാണ്. CPM-ന്റെ ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും കരുവന്നൂരിലെ ഈ കൊള്ളയുമായി ബന്ധമുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ മനുഷ്യരുടെ പണം, അധ്വാനിച്ചുണ്ടാക്കിയ പണം CPM നേതാക്കന്മാർ പാർട്ടി കൊള്ള ചെയ്തു എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഇവർ ജയിലിൽ പോകേണ്ടവരാണ്. ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഇവർ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവരാണ്. അതിലൊരു തർക്കവും ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ED ഇപ്പൊ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ വാർത്ത പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും ഈ CPM-ന്റെ 5 അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരം കൊടുത്തിട്ടുള്ളത് CPM സമർപ്പിച്ചിട്ടുള്ള IT റിട്ടേണിലും ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിലും ഈ 5 അക്കൗണ്ടുകൾ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. അങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള അക്കൗണ്ടുകൾ സൂക്ഷിച്ച കുറ്റം എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. CPM നേതൃത്വം മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായിട്ടും CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി അടക്കമുള്ളവർ ബീഹാർ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം
ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. ശരി, സന്ദീപ് വാര്യരാണ് പ്രതികരിച്ചത്.